പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2021 മുതൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവുകയായിരുന്നു. 2023 എൻ്റെ വിഷമം കണ്ട് ഒരു ചേച്ചി ഒരു പത്രം തന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. 2023 അന്നൊക്കെ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് ചൊറിച്ചിലും പുണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം എന്നും ഞാൻ ഉടമ്പടി എടുത്തതിന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ വെച്ചു. അങ്ങനെ ജോസഫച്ചൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും ഞാൻ ആരാധന കേൾക്കുമായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്നു, കരഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് കൂടുന്നത്. അപ്പം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നു, ഒരാളുടെ 2 ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന ഭാഗം, ഒന്ന് കഷമാകാം അല്ലെങ്കിൽ താടിയാകാം, ആ ഭാഗത്ത് ചൊറിച്ചിലും കൊണ്ട് അവർ ഉറക്കമില്ല, പിന്നെ പുണ്ണുകൾ ആ ഭാഗം കറുത്തിരുണ്ട്, കോശങ്ങൾ ചത്ത ഭാഗമാണ്, കറുത്തിരുണ്ട ഭാഗമാണ് എന്നെല്ലാം അച്ഛൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കഷം ഈ മുട്ടുന്ന ഭാഗമാണ്. കഷത്ത് പുണ്ണുണ്ട്, ചൊറിച്ചിലുണ്ട്, ഉറക്കമില്ല, റേഡിയേഷൻ ചെയ്ത് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കറുത്ത ഭാഗമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ല, എൻ്റേത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോൾ എനിക്ക് ആ വന്ന പുണ്ണ് ഒരു നെല്ലിക്ക വലിയ കുരുവിൻ്റെ അത്രയുള്ളൊരു പുണ്ണായിരുന്നു, വലുത്. അത് വയ്യായപ്പോഴത്തേക്കിന് കരിഞ്ഞ് ഒരുപാടങ്ങ് മാറി, കരിഞ്ഞൊന്നുമില്ല, ആ പൊട്ടിയിളകിയിരുന്ന എല്ലാം മാറി കരിഞ്ഞു. എന്നിട്ട് ആ കുരുക്കളെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചതാണ്, എന്നിട്ടൊന്നും മാറിയില്ല, അതെല്ലാം മാറി. അങ്ങനെ എനിക്ക് ആ സൗഖ്യം തന്നു. ജോസഫച്ചൻ അന്നേരെ പറഞ്ഞു, ഈ വ്യക്തി വന്ന് അന്നേരെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നായിരുന്നു. അപ്പം കുറേ കൂടെ ആവട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അതിനെനിക്ക് നന്ദി പറയുന്നു മാതാവിനോട്, ഈശോനോട്. പിന്നെ എനിക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളായി ബ്ലഡ് ഇങ്ങനെ കഫം വരുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് തൊണ്ട മുറിഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് തന്ന് മാറി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ബ്ലഡ് ഇങ്ങനെ വന്നു, കട്ടിയായിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഭയമില്ല, എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയമില്ല. അതിനു മുമ്പ് ഞാൻ കരയുമായിരുന്നു മാറിയിരുന്ന്. ഇപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. അങ്ങനെ ഞാൻ ധൈര്യത്തെ ഇരുന്ന് മാതാവ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തൊണ്ടയിലും തേച്ച് കുരിശ് വരച്ച്, നെറ്റിക്കും തൂത്ത് കുരിശ് വരച്ച്, പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അമ്മ എൻ്റെ ഈ ബ്ലഡ് വരുന്നത് അത് മാറ്റിത്തരണമേന്ന് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ ഇനിയും പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ 2.5 വർഷം കൊണ്ടായി. ഇതുവരെ കഫത്തിനകത്തൊരു ബ്ലഡിൻ്റെ മയം പോലും ഇല്ല, നോർമലായിട്ടുള്ള തുപ്പലാണ് വരുന്നത്. പിന്നെ എനിക്ക് കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഈ രൂപം പോലും ഇതല്ലായിരുന്നു. വയറൊക്കെ ഒരുപാട് ബോള് പോലുള്ള വയറായിരുന്നു. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഒക്കെ തൂത്ത്, വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വയറൊക്കെ ഇപ്പോൾ ഒരുപാട് ചൊട്ടി. സ്കാൻ വരെ ചെയ്ത് വയറ്റിനകത്ത് എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി. എന്നിട്ടൊന്നും സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നേർച്ച വസ്തു തൂത്താണ് ആ വയറിൻ്റെ വീർപ്പ് മാറ്റിയത്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത പനി ഉണ്ടായിരുന്നു. എനിക്കൊരു മാസ്ക് വെക്കാതെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ വിശുദ്ധമായ ആ ഉടമ്പടി തൈലം തൂത്തും ഉപ്പിട്ട് കുളിക്കും, ഉപ്പിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ എനിക്കിന്ന് 2.5 വർഷമായിട്ട് ഒരു പനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മറ്റേ എന്നും ഞാൻ പനി വന്ന് മാണ്ട് കിടക്കും, ഓട്ടോ പിടിക്കും, ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ എനിക്ക് 2.5 വർഷമായി പനി എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്, ചേച്ചിയും മകനുമാണ്. അവന് എറണാകുളത്ത് ഒരു നല്ല ജോലി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് എന്താണെന്നറിയാൻ വയ്യ, പെട്ടെന്നൊരു ദിവസം അവന് ഊമയായി, മിണ്ടത്തില്ല ആരോടും.
അവൻ എന്ത് അസുഖമെന്ന് അറിയാൻ വയ്യ, ആരോടും മിണ്ടാതെ വീട്ടിൽ വന്ന് റൂമിലിരിപ്പായിരുന്നു. 6 വർഷമായി അവൻ റൂമിനകത്തിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടുകാരനുഭവിച്ച് അവന്, ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഓരോരുത്തർ പറയുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒരുപാട് ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു, മാറിയുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മുതൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അതൊന്നും മാറിയില്ല. പിന്നെ കുളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു, അതൊക്കെ ഒരുവിധം മാറ്റം വന്നു. എന്നാലും പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഇവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളവും അവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ മകൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് എഴുതിയിട്ടു, പുതുക്കാൻ വന്നപ്പോൾ എഴുതിയിട്ട് നേർച്ച വസ്തു, ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു, കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം എല്ലാം എഴുതി കൊടുത്തു. അതെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മകൻ ഞാൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം 1 മാസത്തിന് മുമ്പ് തന്നെ, ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ ആ മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി, 1000 നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. അത്രമാത്രം കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളുമായിരുന്നു ആ കുടുംബത്തിന്. ആ മകൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. എൻ്റെ ഈ രോഗാവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വചനത്തിലൂടെ ഞാൻ എല്ലാ സമാധാനത്തിൽ, എനിക്കിപ്പോൾ സന്തോഷമാണ്. എനിക്കിപ്പോൾ രോഗത്തിൻ്റെ ഒരു വിഷമവും ഇല്ല. എനിക്കിപ്പോൾ സന്തോഷമാണ്. ഓരോ വചനവും ജോസഫച്ചൻ്റെ ആ ധ്യാനം എന്നെ ഒരുപാട് സന്തോഷമാക്കുക. ഓരോ ദിവസത്തെയും ധ്യാനം കേട്ട് ഞാൻ സന്തോഷവതിയായിരിക്കുകയാണ്. എനിക്കൊരു സങ്കടവും ഇല്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിതവേല, ഞാനിവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കും. പിന്നെ ഒരു ഉടമ്പടി എടുത്തവരൊക്കെ മുടക്കിയ ഒരു പത്രം കൊടുക്കാതെ ഓരോ വീടുകളിലുണ്ട്, അവരുടെ എല്ലാം പത്രം മേടിച്ച് ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ആദ്യം എനിക്ക് 1 മാസം ഭയങ്കര മടിയല്ല, നാണക്കേട്, ഹിന്ദുക്കളല്ലയോ വല്ലതും പറയുമോ എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പുതുക്കിയതിന് ശേഷം എനിക്കൊരു മടിയില്ല. ഞാൻ എല്ലാ വീടുകളിലും, വേറ്റ് ഷെഡിലും, പിന്നെ കടകളിലും എല്ലാം കൊടുക്കും. ബസ് വിളിച്ച്, ആദ്യമൊക്കെ ഞാൻ വണ്ടി വിളിച്ച് പോവായിരുന്നു. ഇപ്പം ഞാൻ ചെക്കപ്പിനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ കീമോ ചെയ്ത വാർഡുണ്ട്. നമ്മൾ കിടന്നതുകൊണ്ട് നമുക്കറിയാം. ആ വാർഡിൽ കയറി നിരപരാധിയായ ഒത്തിരി ആൾക്കാർ കീമോ ചെയ്ത് വശം കെട്ട് കിടപ്പുണ്ട്. അവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. ഉപ്പ് ഇവിടുന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊണ്ടുപോകും. അവർക്കെല്ലാം ഉപ്പ് കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രം കൊടുക്കും. എന്നാലാവും വിധം സഹായം, ആഹാരം മേടിച്ചോ എന്ന് പറഞ്ഞ് 100 രൂപയെങ്കിൽ 100 രൂപ എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ സഹായിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച പോകണം, അപ്പോഴും ഞാൻ ചെയ്യും. കാരുണ്യ പ്രവൃത്തി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, കമ്പി ഇട്ട് വെച്ചേക്കുക, അത് പറയുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചോറുപതി കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത 4 പേര് കൂടി ചേർന്ന് പൊതിച്ചോറുണ്ടാക്കി കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലും TV ആശുപത്രി പുതിയാവിലും പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറുപൊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീടുകളിൽ വരും നിവൃത്തിയില്ലാത്ത അമ്മമാർ, അവർക്കെല്ലാം ഞാൻ പണ്ടും കൊടുക്കുമായിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുവും കാരണമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഇനി അങ്ങോട്ടും എന്നെ വഴി നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ തന്ന ദൈവത്തിനും തിരുകുമാരനും കൃപാസനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, വിജയമ്മ കരുനാഗപ്പള്ളിയുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അവർക്കെണ്ണിയാൽ തീരാത്ത കാര്യങ്ങളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ നൽകിയത്. ഉടമ്പടി ജീവിതത്തിൽ അവർ ഒരു കറയും കൂടാതെ വിശ്വാസത്തോടും വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി നിന്നപ്പോൾ അവരുടെ കുറവുകളെല്ലാം നിറവാക്കി കൊടുത്തു പരിശുദ്ധമ്മ. അങ്ങനെ പരിശുദ്ധമ്മ വഴി ഇവർക്ക് ലഭിച്ച വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. ഇളകി മറിയുന്ന കടലിനെ തൻ്റെ ഒരു വാക്കിനാൽ ശാന്തമാക്കിയ യേശു നിന്നോടൊപ്പമുണ്ട്.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.